കഥയാ മാമ. അപ്പം അയാള് ഇപ്പം എവിടെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അവനെന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ, നാട്ടുകാർ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനായിട്ട് ഒന്നും അറിയില്ല. എന്തായാലും ആ കിട്ടിയ പൈസ എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനത് അവൻ്റെ പേരിൽ തന്നെ ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, എത്രയായാലും എൻ്റെ ശ്രീദേവിയുടെ മകനല്ലേ എന്നൊക്കെ പറയും. അപ്പം അവിടുന്ന് മമ്മൂട്ടി അവിടുന്ന് പോകും. ശരി, അത് കഴിഞ്ഞു. അപ്പം ഇയാൾ നേരെ ആദ്യം ഈ ശ്രീദേവി മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ പോകും. ആ സ്ത്രീ നാട്ടിൽ തന്നെ ആയിരിക്കും, നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഹെഡ് നേഴ്സായിട്ട് ഇരിക്കുന്നത് നമ്മുടെ കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മയുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ ആസി പറയും, ആ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറയുമ്പോൾ അവർ പറയണതാണ്, ഈ സുരേഷ് ഗോപി ക്രിസ്റ്റി അവിടെ വന്നിട്ട് ഈ അമ്മയുടെ എന്തൊക്കെയോ ബഹളം വെക്കണേ, ഇസി വയ്യാതെ ഇങ്ങനെ കിടക്കുക, നിങ്ങൾ വെറുതെ എനിക്ക് പ്രാന്താണെന്ന് അവിടെയും ഇവിടെയും പലരുടെ അടുത്തും പറഞ്ഞു നടക്കുന്നുണ്ട്, ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും, അങ്ങനെയാണൊക്കെ പറഞ്ഞ് ഭയങ്കര റഫായിട്ട് ആസിൻ്റെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിയപ്പന്നം അവിടെ നിന്ന് ഇയാളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. എന്നിട്ട് അതുണ്ടായി. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അപ്പം തന്നെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ദിവസം ഞാൻ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ അവിടുന്ന് ഒരു കുറച്ച് പരിഭ്രമിച്ചിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടിപ്പോണ് കണ്ടു. അപ്പം ഞാനവിടെ പോയി നോക്കിയപ്പോൾ ആസി മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്റ്റിക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ക്രിസ്റ്റി പിന്നെ അതിന് ശേഷം കുറച്ച് അയാളുടെ മനോനില പൂർണ്ണമായും തകരാറായ ഒരു അവസ്ഥയിൽ വന്നു. അതുകൊണ്ട് പിന്നെ നാട്ടുകാരൊക്കെ കൂടി പിടിച്ചിട്ട് ഏതൊരു ഹോസ്പിറ്റലാക്കി എന്നാണ് ഞാൻ കേട്ടത് വരുന്നത്. ഇയാൾ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റിയെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പഴയ ആ വീട് മേടിച്ച ആൾക്കാരില്ല, അവരുടെ അടുത്തേക്ക് തന്നെ വീണ്ടും പോകും. അപ്പോൾ അവർ അവിടുന്ന് ഈ പണ്ട് ആ വീട്ടിൽ കെയർ ടേക്കറായിട്ടൊരു ഹൗസ് കീപ്പർ മെയ്ഡ് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു സുകുമാരിയെ കാണും. അപ്പോൾ ആ സുകുമാരിയെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇയാളിങ്ങനെ ചോദിക്കുകയാണ്, അവർ കുറേ കാലം ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയൊക്കെ കുട്ടിയാവണത് മുതൽ ഈ സുകുമാരി ഇവരുടെ കൂടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ റൊസാരിയോയും ശ്രീദേവിയും തമ്മിൽ എങ്ങനെയായിരുന്നു? അവർ വഴക്കുണ്ടായിരുന്നു? അല്ല, അവർ വഴക്കിടുന്നൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ വലിയ അടുപ്പമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരങ്ങനെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വഴക്കൊന്നും പറയാനില്ല അവർ. അപ്പോൾ അതിനൊരു ഇൻസിഡൻറ്റ് അവരിങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണ്. ഒരു ദിവസം അങ്ങനെ ഇയാൾ മരിച്ചിട്ട്, റൊസാരിയോ മരിച്ചിട്ട് ആണ്ട് തികയണ ദിവസം. അപ്പോൾ ശ്രീദേവി വന്നിട്ട് ഇയാളത്തെ എന്തോ ക്രിയ ചെയ്യാനോ മറ്റോ അങ്ങനെ വിളിക്കുകയാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി എല്ലാ ആൾക്കാരും പല ആൾക്കാരും ഇങ്ങനെ മരിക്കും, പല ആൾക്കാരും മരിച്ചിട്ട് ആണ്ടും തികയും, അത് പറഞ്ഞിട്ട് ഞാനെന്ത് വേണം, എനിക്കൊന്നും സൗകര്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ മോനെ എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അങ്ങനെ ചൂടായിട്ട്, അത് എൻ്റെ അച്ഛനൊന്നുമല്ല, നിങ്ങൾ പ്രസവിച്ചത് ഒരു ബാസ്റ്റേർഡിനെയാണ്, നിങ്ങളെ കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ തല്ലി തകർക്കാൻ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മമ്മൂട്ടി ഇത് ഇങ്ങനെ പിന്നെ വീട്ടിലിരുന്നിട്ട് ഈ ടി വിയിൽ ഇതിങ്ങനെ കൊടുത്ത പോലീസിൻ്റെ മുന്നറിയിപ്പ് എന്നുള്ള പോലത്തെ സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് വന്നിട്ട് ടി വി ഓഫ് ചെയ്യൂ, നമുക്ക് ക്ലബിലെ പരിപാടിക്ക് ഉടനെ പോകണം എന്ന് പറയണത്. അപ്പോൾ വനിതാ ക്ലബിലെ പരിപാടിയാണ്. അപ്പോൾ ഇവരിങ്ങനെ മമ്മൂട്ടിയും കുറച്ച് ആണുങ്ങളൊക്കെ അവരൊക്കെ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ സദസ്സിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്, സ്റ്റേജ് സെറ്റാണ്. അപ്പോൾ അവിടുന്ന് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വാര്യർസാരെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ മെല്ലെ നൊണ്ടിയിട്ട് നടന്നു വരികയാണ് ആര്? നമ്മുടെ നെടുമുടി വേണു കാഷായ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ പ്രായമുള്ള മനുഷ്യൻ, കണ്ണടന്ന് വെച്ചില്ലോ, കണ്ണട അയാൾ ഒരു മുടന്നുണ്ട്, അയാളൊരു വാക്കി സ്റ്റിക്കൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നടന്നു വരുന്നത്. അപ്പം അയാൾ വന്നിട്ട് അവിടെ വന്ന് കയറി ഉടനെ അയാൾ പല പരിപാടികളും കാണിക്കണം. അയാൾ സംസാരിക്കണ തന്നെ ഭയങ്കര വെളിച്ചം, അത്ര വെളിച്ചം ആവശ്യമില്ലാത്ത അവിടെ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഇതെങ്ങനെ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞത് അതൊരു ചെറിയ മാജിക്കാണ് അവർ. എന്നിട്ട് അയാൾ അവിടുന്ന് ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെ കൈ പിടിക്കും. ഒരാളുടെ കൈ പിടിച്ച് പറയും, നിങ്ങളുടെ മകൻ വിദേശത്ത് വെച്ച് വാഹനാപകടത്തിൽ മരിച്ചൂലേ എന്നൊക്കെ പറയും. അയാൾ ആകെ ഞെട്ടും. അപ്പം പിറ്റേ ദിവസം മമ്മൂട്ടിയും ഈ വൈഫും കൂടി ഇങ്ങനെ പാർക്കിൽ കൂടെ എന്തോ നടക്കുമ്പോൾ, പിറ്റേ ദിവസമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ മറ്റാണ്, ഇയാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണും, ഇയാൾ വാര്യർ സാർ. അപ്പോൾ ഇയാൾ എന്തായാലും ഇയാളുടെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഇത് ഞാൻ പോലീസിലാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡൊക്കെ കൊടുത്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് ഇതുണ്ടാവുക. അത് കഴിഞ്ഞ് ഇവരൊരു മനോരോഗാശുപത്രി ട്രേസ് ചെയ്ത് പോയി നോക്കുമ്പോൾ അവിടെ ജഗതിയാണ് അവിടുത്തെ കെയർ ടേക്കർ, അല്ല ഒരു പള്ളിയിലച്ഛൻ എന്തോ ആണ്, അയാളാണ് അവിടുത്തെ അധികാരി. അവിടെ പോയി ചോദിക്കുമ്പോൾ അയാൾ പറയും ഇയാൾ 1 മാസം മുമ്പ് റിലീസായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ അവിടുന്ന് ഈ 1 മാസത്തിലാണ് ഈ 2 മേഡേഴ്സ് നടന്നത്. അപ്പോൾ അയാൾ 2 പേരെ കൊന്ന്, നിങ്ങൾ എങ്ങനെയാണ് റിലീസ് ചെയ്തത്, നിങ്ങളയാൾ അസുഖം മാറിയെന്ന് തൊട്ട് റിലീസ്. അപ്പോൾ അസുഖം മാറിയതല്ല, സത്യം പറയാലോ സാർ, അവർ ചാടിപ്പോയതാണ് എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് മമ്മൂട്ടിയും വൈഫൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു കോള് വരും. കോള് വന്നിട്ട് നോക്കുമ്പോൾ അത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ നെടുമുടി വേണുവാണ്, അതായത് വാര്യർ സാറാണ്. വാര്യർ സാറിൻ്റെ വീട്ടിൽ അയാളുടെ അപ്പർ
ഫ്ലോറിൽ ഒരു രൂപം എന്തോ കണ്ടു, ഒന്ന് പെട്ടെന്ന് വന്ന് സഹായിക്കണം, കില്ലറാണോ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറച്ച് കൺസേൺഡ് ആയിട്ട് മമ്മൂട്ടിയെ വിളിക്കുകയാണ്. മമ്മൂട്ടിയുടെ അന്ന് കൊടുത്ത കാർഡ് അയാളുടെ കയ്യിലുള്ളതുകൊണ്ട് അയാൾ ആ നമ്പർ നോക്കിയിട്ട് ഉടനെ വിളിച്ചതാണ്, കുറച്ച് പാനിക് ചെയ്തിട്ടാണ്. അപ്പം മമ്മൂട്ടി ഇങ്ങനെ അവിടെ പോകാമെന്ന് വിചാരിക്കും. അയാൾ അവിടെ പോയി നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഗേറ്റൊക്കെ ചാടിക്കിടക്കും, അവിടെ ഫുള്ളി ഇട്ട് വാതിൽ മുട്ടുമ്പോൾ നെടുമുടി വന്ന് വാതിൽ ഓർക്കും. അപ്പോൾ ഇയാളെ എവിടെയാണ് മുകളിലത്തെ റൂമിലാണ് കണ്ടത്. ആളെ കണ്ടു ഇല്ല, തോളും ഇതൊക്കെ കണ്ടു, ഒരു രൂപം കണ്ടു, എന്നെ കണ്ടപ്പോൾ മറയാൻ ശ്രമിച്ചു. അപ്പം മമ്മൂട്ടി പോയി നോക്കുമ്പോൾ അവിടെ മുകളിലത്തെ റൂമിൽ നിന്ന് ടെറസിക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ പോയി മെല്ലെ തോക്കൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് ഓടും. അപ്പോൾ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ പൂവും പടപടയെന്ന് വെടിവെക്ക് വയ്ക്കും. എന്താണ് അതൊരു ഭയങ്കര ഇല്ലോജിക്കലാണ്. അതായത് എന്താണെന്ന് ചോദിച്ചിട്ട് വെടിവെക്കൽ കഴിഞ്ഞു. പക്ഷേ അയാൾക്ക് വെടിയൊന്നും കൊള്ളില്ല, നല്ല ഉന്നാണ്. അയാൾ ഓടി എവിടേക്കും എത്തും. സോ നെക്സ്റ്റ് ഡേ നമ്മുടെ വാര്യർ സാറ് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ് താങ്ക്സ് ഒക്കെ പറയാനായിട്ട്. അയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് അടുത്ത വിഷൻ കില്ലറെ പറ്റിയിട്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, വലിയ കൈകാലുകൾ ഉള്ള ഒരു വലിയ മനുഷ്യൻ, അവൻ്റെ കണ്ണിൽ ഭ്രാന്തിൻ്റെ കൊടിയ ബീജങ്ങളല്ലോ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്രിപ്റ്റിക്കായ ചില ഭീകരമായ വാക്കുകളൊക്കെ അയാൾ ഉച്ചരിക്കും. ഇത് കഴിഞ്ഞ അടുത്ത സംഭവം എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ സം റീസൺ അല്ലെങ്കിൽ എങ്ങനെയോ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല, മമ്മൂട്ടി പോലീസുകാരൊക്കെ കൂടിയിട്ട് ഏതൊരു ചെറ്റക്കുടിലൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്തു കൂടെ പോയി അവിടെ വെച്ചിട്ട് ഒരു കുടിലിൻ്റെ അവിടെ പോവും. എന്നിട്ട് മമ്മൂട്ടിയും അവിടെ പോയിട്ട് തുറന്നു നോക്കുമ്പോൾ അവിടെ വളരെ പരിതാപകരമായ രീതിയിൽ കരിവേഷമൊക്കെ കെട്ടിയ പോലെ കുറച്ച് ചളിയൊക്കെ പിടിച്ച് ഇരുന്ന് സുരേഷ് ഗോപിയെ കാണും. പിടിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും ഇയാളുടെ മറ്റേ ആ ജഗതിയുടെ മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയാക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, സെഡേറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ പ്രശ്നം ഉണ്ടാവില്ല, അവർ അയാളിങ്ങനെ കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട്. ഇയാൾ അവിടെ ആക്കിയതിന് ശേഷം മമ്മൂട്ടിയും വൈഫും കൂടി എവിടെയോ ഷോപ്പിങ്ങിന് പോവുകയാണ്. ആ ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ യാദൃശ്ചികമായിട്ട് ചിത്ര ഇങ്ങനെ അവിടെ വേറെന്തോ ഷോപ്പിംഗ് നടത്തി, വേറൊരു കടയിൽ എന്തോ ഷോപ്പിംഗ് നടത്തിയിട്ട് ആസ്തി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ കാണും. അപ്പോൾ ഈ സ്ത്രീയുടെ പുറകെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് മമ്മൂട്ടി നോക്കുമ്പോൾ ഈ സ്ത്രീ നേരെ ഏതോ ഒരു കോണ്ടസാ കാറിൽ കയറി പോണത് കാണും. അപ്പോൾ മമ്മൂട്ടിയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുരേഷ് ഗോപിയാണ് ഈ ക്രൈം മുഴുവൻ ചെയ്തിരിക്കണമെന്നുള്ളതിന് തെളിവൊന്നുമില്ല, അയാൾ സ്വയം കൺവിൻസ്ഡ് അല്ല. അപ്പോൾ അയാൾക്കൊരു ആംഗിൾ അവർ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഈ സ്ത്രീക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സോമൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെയെങ്കിൽ ആ ആൾ ജലസിയായിട്ട് ആ സ്ത്രീ ആ മറ്റേ പുതിയ കാമുകനും കൂടിയിട്ട് സോമനെ തട്ടിയതായിക്കൂടെ എന്ന രീതിയിലൊരു ആംഗിൾ, ഒരു പാരലൽ ട്രാക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ കോണ്ടസാ കാറിൽ ആരായിരുന്നു കോണ്ടസാ കാറിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഇവർ അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്, അത് ഫിലിപ്പ് തെന്നലക്കൽ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഊക്കൻ വ്യവസായിയാണ്. നോക്കുമ്പോൾ മുരളിയാണത്. അപ്പം മുരളി ഇതുപോലെ ഒരു ഏകദേശം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ പോയിട്ട് അയാൾ വളരെ പൈസക്കാരൻ. അപ്പോൾ മമ്മൂട്ടി അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ സ്ത്രീയായിട്ട് എന്താ ബന്ധം? എനിക്കവരെ അറിയാം, പണ്ടത് അവർ സോമൻ്റെ ക്യാരക്ടറുടെ മാനേജറായിരുന്നു, പിന്നെ അയാളുടെ കീപ്പ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിർക്ക് വേണ്ടിയിട്ട് സോമനെ കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കും. കാരണം ആ സ്ത്രീക്ക് വേണ്ടി, ആ സ്ത്രീ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതിനുള്ള ഒന്നും വರ್ತല്ല. ഇയാളിങ്ങനെ പറയും, അതിനുള്ള വർത്തൊന്നുമില്ല, ഒരാളെ കൊല്ലാൻ മാത്രമുള്ള വർത്തൊന്നുമില്ല, കൂടി വന്നാൽ ഒരു കൊല്ലം വേണമെങ്കിൽ കൊണ്ടു നടക്കാമെന്നേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അവനെ എനിക്ക് അതിനേക്കാൾ എത്ര മുമ്പ് അറിയാം, ഞങ്ങൾ ഡെക്കേഡ്സ് പഴക്കമുള്ള ബന്ധമാണ്, ഞങ്ങളൊക്കെ കോളേജ് മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ പിന്നെ മുരളിയുടെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഈ സുരേഷ് ഗോപിയെ മമ്മൂട്ടി റിക്വസ്റ്റ് ചെയ്ത് ക്യാപ്റ്റൻ രാജുവിൻ്റെ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അയാൾ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കാട്രിസ്റ്റാണ്, അയാൾക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാരണത്തിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരൊരു ചില ട്രാൻസ് പരീക്ഷണമൊക്കെ നടത്തും, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇയാൾ അവിടെ ചികിത്സയിലാണ്, കുറച്ച് കാലം കഴിയും. ഇത് കഴിഞ്ഞ് മമ്മൂട്ടി ഇങ്ങനെ ലാലു അലക്സിന് ഒരു കോളേജ് ഫോട്ടോ ആൽബം കാണിച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെ തുറന്നു നോക്കും. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്, കോളേജത്തെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ഇത് ശ്രീദേവി, അവരുടെ ഫോട്ടോ റൗണ്ട് ചെയ്യും. ഇത് റൊസാരിയോ. എന്നിട്ട് അയാൾ മുകളിൽ നോക്കിയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ അവിടെ മുരളി. അപ്പോൾ
ഇതിലെന്തോ ഒരു ഇതല്ലേ സംശയമല്ലേ എന്ന് വെച്ചിട്ട് ഇയാൾ വീണ്ടും മുരളിയെ പോയി പിടിക്കും. ഇയാൾ നേരെ അയാളെ പിന്നെ ലോക്കപ്പിൽ വിളിച്ചോണ്ട് ധാരാളം ഇടിക്കും മുരളി. അപ്പം അയാൾ സത്യം പറയും, അത് ഞങ്ങളൊക്കെ ഒപ്പം പഠിച്ചതാണ്, റൊസാരിയോ ഞാനും ശ്രീദേവിയും ഒക്കെ ഒപ്പം പഠിച്ചതായിരുന്നു. ശ്രീദേവി അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹരമായിരുന്നു. പക്ഷെ എല്ലാവർക്കും പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും അവൾ ഇഗ്നോർ ചെയ്തു. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ അവർക്കൊരു ട്രാപ്പ് ഒരുക്കി. ആ ട്രാപ്പിൽ അവൾ വീണു. അന്ന് അതൊരു ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഇയാളും കുവൈറ്റ് മണിയും പിന്നെ ആദ്യം മരിച്ച ആ ജഡ്ജും. ഞങ്ങളവരെ ട്രാപ്പ് ചെയ്ത് ആശ്രയം കിട്ടിയപ്പോൾ ഞങ്ങളവരെ ഒരു ഗാങ് റേപ്പാണ് ഉണ്ടായത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വരികയാണ്. ഇയാളെ IG വിളിപ്പിക്കും. IG വിളിച്ച് ധാരാളം ചീത്ത പറയും, നിങ്ങളുടെ ഒറ്റ ഗ്യാരണ്ടിയിലല്ലേ അവനെ അവിടെ കൊണ്ടാക്കിയത്, അവിടെ സെക്യൂരിറ്റി പോരാൻ ഞാൻ അന്നേ പറഞ്ഞതാണ്. വീണ്ടും സുരേഷ് ഗോപി ഓടിപ്പോയി. ഈ സുരേഷ് ഗോപി ചാടിപ്പോയതിന് ശേഷം മുരളി പോലീസ് കൺട്രോൾ റൂമിലൊക്കെ വിളിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അവനിനി എന്നെയാണ് കൊല്ലാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കും. അപ്പം മമ്മൂട്ടി ഡയറക്റ്റ് ചെയ്യും, വേറെ ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താലും ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല. രാത്രി സമയമാണ്, മുരളിയുടെ വീടാണ്. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരാളിങ്ങനെ മതിരിയാടി വരും. അപ്പോഴേക്കും മമ്മൂട്ടിയും ഈ നമ്മുടെ ജോയും ഒക്കെ അവർ വേറൊരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചാടി വരും, ഒരാളിങ്ങനെ വരും. അയാളിങ്ങനെ വന്നിട്ട് ചില്ല് കുത്തിപ്പൊളിച്ച് തോക്കെടുത്ത് വെടിവെക്കും. മുരളിക്ക് വെടി കൊള്ളും. അപ്പോഴേക്കും ഇവർ അവിടെ നിന്ന് ഓടി വരും. അയാൾ ഓടും, ഇവർ പിന്നാലെ ഓടി പിടിച്ച് അയാളെന്തോ മാസ്കൊക്കെ ഇട്ടുണ്ട്. മാസ്ക് മമ്മൂട്ടി അയാളെ പിടിച്ച് വലിച്ചിട്ട് മാസ്ക് വലിച്ചു വരുമ്പോൾ അത് നെടുപടി വീടും. അയ്യോ കിടലായിരുന്നു, എക്സ്പെക്ടേ ചെയ്യാത്തായിരുന്നു. നെടുപടിയോട് ഓടുക, ചാടുക, പറക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെയാണ് അയാൾ വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ പിന്നെയാണ് കഥ പറയണത്. അപ്പോൾ ഇവർ നെടുമുടി വേണുവും ഇവരുടെ ഒപ്പം അതേ ക്ലാസ്സിലുണ്ടായിരുന്ന ആളാണ്. 2 ഡിവിഷനായിരുന്നു തോന്നുന്നു. അതായത് ഇയാളെ MA സംസ്കൃതവും ഇവരൊക്കെ MA കെമിസ്ട്രി ഒക്കെ ആയിരുന്നു, ഒരു ബാച്ചാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ശ്രീദേവി, ഇത് പറഞ്ഞത് ശരിയാണ്, എല്ലാവരും ശ്രീദേവിയുടെ പിന്നാലെ ആയിരുന്നു. പക്ഷേ ശ്രീദേവിക്ക് ഇയാളായിരുന്നു അത്ര ഇഷ്ടം. ഇവർ ഓരോരുത്തരും ഈ സ്ത്രീ പോയി അപ്രോച്ച് ചെയ്തിട്ട് എല്ലാവരും ഈ സ്ത്രീ റിജക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്ത്രീ ഇയാളുടെ ഒപ്പം നടക്കുന്നത് അവർക്ക് ചെറിയ കണ്ണുകടി ഉണ്ടായിരുന്നു. അവർ ഭയങ്കര റിച്ചായിരുന്നു. അന്നേ അവർ നല്ല പണക്കാരുടെ വീട്ടിൽ നിന്ന് വന്നാണ്. ഇയാൾ അത്ര പണക്കാരനല്ല. കോഴ്സ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എന്തായാലും പഴയ പണക്കങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഒരു പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആരുടെയോ ഒരു റിസോർട്ടിൽ വെച്ചിട്ട് പാർട്ടി നടത്താൻ അവർ ഇവരെ വിളിച്ചുകൊണ്ടുപോയി. പക്ഷെ അവിടെ വെച്ചിട്ട് അവരുടെ സ്വഭാവം മാറി വന്നു. ഒരു കള്ളുകൂടിയൊക്കെ തുടങ്ങി. അവിടെ വെച്ചിട്ട് ഇയാളെ ഒരു മരത്തിൽ തെങ്ങിൽ കെട്ടിയിട്ടിട്ട് അയാൾ നിലവിളിക്കുമ്പോൾ അയാളുടെ വായിൽ ചകിരി കുത്തി തിരികി. എന്നിട്ടാണ് ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നത്. ഇവർ 4 പേരും കൂടിയിട്ട്. അവിടുന്ന് അതിന് ശേഷം ഇയാൾ 2 ദിവസം കഴിഞ്ഞ്, ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞ് ശ്രീദേവി ഇയാളെ കാണാൻ വന്നിട്ട്, പക്ഷേ ഇയാൾക്ക് ആശ്രയം സ്വീകരിക്കാൻ പറ്റിയില്ല. അയാൾക്ക് എന്തോ അതിനുള്ള കെൽപ്പ് ഉണ്ടായില്ല, അന്ന് അയാളെ കൊണ്ട് സാധിച്ചില്ല എന്ന് അയാൾ പറയണം. അയാൾക്ക് ആ ഒരു സംഭവത്തിന് ശേഷം അയാളാകെ ആശ്രയം ഫേസ് ചെയ്യാൻ തന്നെ അയാൾക്ക് മടിയായിരുന്നു അത്ര. കാരണം അയാളുടെ കഴിവുകേടായിട്ടോ എന്തൊക്കെ അയാൾക്ക് തോന്നിയിട്ട്. അതിൻ്റെ അതിന് ശേഷം അയാൾ പിന്നെ വേറൊരു കല്യാണം ഇയാൾ അതിന് ശേഷം ഇയാളുടെ സമനില തെറ്റി ഇൻഫാക്ട്. ആൻഡ് രസം എന്താ വെച്ചാൽ ഇയാൾ കുറേ കാലം ക്യാപ്റ്റൻ രാജുവിൻ്റെ ചികിത്സയിലുമായിരുന്നു. ഒരു 23 വയസ്സ് മുതൽ ഒരു 10-12 കൊല്ലം അയാൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അവിടുന്ന് ഇയാൾ പിന്നെ ചാടിയതല്ല, അവിടുന്ന് ചികിത്സ കഴിഞ്ഞ് അയാൾ പുറത്തു വന്ന് പിന്നെ അയാൾ കുറേ തീർത്ഥാടനത്തിനൊക്കെ പോയി. അങ്ങനെയാണ് സ്വാമിയായത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് ഇയാൾ അറിയണത് ഇയാളുടെ ഈ ഗേൾഫ്രണ്ട് ആയിരുന്ന റൊസാരിയോയെ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് താമസം. ആൻഡ് ബാക്കിയുള്ളവരൊക്കെ നല്ല വെൽ ഓഫ് ആയിട്ടുണ്ട്. അത് ഇയാൾക്ക് തീരെ സഹിക്കാൻ സാധിച്ചില്ല. ഓ, അതൊരു വളരെ വീടായിട്ടുള്ള സ്റ്റോറിയാണ്. ആസ്ത എങ്ങനെ അയാളെ കല്യാണം കഴിച്ചു എന്നുള്ളതും ഈ സ്ത്രീയെ ഇയാൾ കല്യാണം കഴിച്ചു, ഇവർക്കുണ്ടായ കുട്ടി അത് അയാൾ പറയുന്നില്ലേ, അത് എൻ്റെ അച്ഛനല്ല പറയണത്, അത് ശരിക്കും അച്ഛൻ ആരാണെന്നുള്ളത് വ്യക്തമല്ല എന്നുള്ള പോലെയാണ്. പക്ഷെ ആ മകൻ്റെ പേരിൽ അയാൾ വീട് വരെ വെച്ചു, ക്രിസ്റ്റി ഹൗസ് എന്നൊക്കെ പറഞ്ഞ് വീടൊക്കെ വെച്ചു. അയാൾ അവരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവണം ഈ റൊസാരിയോ. ചിലപ്പോൾ പിന്നീട് അയാൾ നന്നായിട്ട് മനസാന്തരം പ്രാപിച്ച് നല്ല മനുഷ്യനായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ട് ഇയാൾ നെടുമുടിയോട് പറയണം അങ്ങനെ ഇയാൾ അന്ന് പ്ലാൻ ചെയ്തതാണ്.
ആൻഡ് ഇയാളാണ് ദേവനെ കൊന്നത്, അത് അയാളെ കൊന്നാണ്. ഈ ശ്രീദേവിയെ കൊന്നത് ഇയാൾ തന്നെയാണ്. അയാൾക്ക് വിരോധം, അയാളെ കല്യാണം കഴിച്ചില്ലേന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് ശ്രീദേവി ഇയാളെ കൊന്നു. അന്നത്തെ ചകിരി തിരികാഞ്ഞു ചോദിക്കും. അപ്പോൾ അയാൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും സുരേഷ് ഗോപി ആ വഴി കൂടെ വരും, എന്തോ ഉണ്ടായി ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ സൈക്കോണ്. ഇയാൾക്ക് അതിന് ആ സംഭവത്തിന് ശേഷം അയാൾക്ക് കുറച്ച് മാനസികമായ പ്രശ്നമുണ്ട്. ആൻഡ് ഇയാൾ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. അയാൾക്ക് കാലിന് യാതൊരു പ്രശ്നമില്ല. അയാൾ നൊണ്ടി നടക്കുന്ന പോലെയൊക്കെ അയാൾ അന്ന് മുതലേ പ്ലാൻ ചെയ്ത് ചെയ്തത്. ആൻഡ് ഇയാളപ്പോൾ സുരേഷ് ഗോപിയിൽ ഇത് പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക്, അയാളാണ് പറഞ്ഞ പറഞ്ഞില്ലേ ഇയാൾ ഇത് എൻ്റെ അച്ഛനല്ല എന്നുള്ളത് പറഞ്ഞ ആ കുട്ടിയുടെ മാനസിക നില പ്രശ്നം ഉണ്ടാക്കിയത് നെന്മുടിയോട് തന്നെയാണ്. ആൻഡ് ഇയാൾ പുറത്തിരിക്കുന്ന സമയത്ത് ഇയാൾ ജയിലിലായിരുന്നു, മാനസിക രോഗ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അയാൾ അവിടെ നിന്ന് ചാടിയെന്ന് അറിഞ്ഞ സമയത്ത് ഇയാൾ 2 പേരെ കൊന്നു. 3 പേരെയും കൊല്ലണമെന്നായിരുന്നു, നടന്നില്ല. അപ്പോഴേക്കും അയാളെ വീണ്ടും പിടിച്ചു. അപ്പം മമ്മൂട്ടി പറയുകയാണ്, എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അയാൾ പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അതുകൊണ്ട് ആക്ച്വലി അയാൾ ചാടിപ്പോയതല്ല രണ്ടാമത്, മമ്മൂട്ടിനെ പിടിച്ചു മാറ്റി. എന്നിട്ട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരും വരുമ്പോൾ സുരേഷ് ഗോപി നല്ല ടിപ് ടോപ്പ് വേഷം കിട്ടും. അയാൾ ഇപ്പോൾ കുറേ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു. നോർമലായിട്ടില്ല, അയാളവിടെ കൊണ്ടു കാണിക്കും. അപ്പോൾ ക്ഷമിക്കണം, ആരുടെ ഞാനത് പറഞ്ഞില്ല, ഞങ്ങൾ തന്നെ മാറ്റിയത്. ആൻഡ് അവിടെ മനഃപൂർവ്വം മുരളിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരുന്നതാണ് ഇയാൾ വരുന്ന അറിഞ്ഞിട്ട്. ആൻഡ് ഇയാളുടെ വീട്ടിലൊരു കില്ലർ കയറി എന്നൊക്കെ പറയില്ലേ, അത് കില്ലർ കയറിയൊന്നുമല്ല, അത് ലാലു അലക്സ് ആണ് അത്ര പോയിരുന്നത്. വെറുതെ അയാളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെടുമുടിയോട് അന്നേ അയാൾ സർവേലൻസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.